യൂറോപൈസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു ഡാഫോഡിൽ ഫീൽഡിലാണ്. ഈ ഡാഫോഡിൽസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനെ ഫ്ലവർ ഓഫ് റീബർത്ത് എന്നാണ് പറയുന്നത്. കാരണം സ്പ്രിംഗിൽ ഉണ്ടാവുന്ന ആദ്യത്തെ ഫ്ലവർ ആണ് ഡാഫോഡിൽസ് എന്ന് പറയുന്നത്. വില്യം വേർഡ്സ്വർത്ത് കവിതകളിലൂടെ നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഫ്ലവർ ആണ് ഡാഫോഡിൽസ് എന്ന് പറയുന്നത് അല്ലേ. 1802 അദ്ദേഹത്തിന്റെ സിസ്റ്ററുമായിട്ട് ഇങ്ങനെ ഇംഗ്ലണ്ടിലെ ഒരു ഫീൽഡിലൂടെ നടക്കുന്ന സമയത്ത് ഇങ്ങനെ മനോഹരമായ ഫ്ലവേഴ്സും ഈ മരങ്ങളുടെ ഇടയിലൂടെ നദികളുടെ ഇടയിലൂടെയൊക്കെ അതിന്റെ കരകളിലൊക്കെ നിൽക്കുന്ന ഈ ഫ്ലവേഴ്സ് കണ്ടപ്പോൾ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് അദ്ദേഹം ഈ മനോഹരമായ ഈ ഡാഫോഡിൽസ് എന്ന് പറഞ്ഞ ഈ ഒരു കവിത എഴുതിയത്. ഈ ഡാഫോഡിൽസിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഓർണമെന്റൽ ഫ്ലവേഴ്സ് മാത്രമല്ല, ഇപ്പം ഫാമേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ ഈ റോഡൻസ് അല്ലെങ്കിൽ റാബിറ്റ്സ് ഒക്കെ വന്ന് ഇവരുടെ കൃഷികളൊക്കെ നശിപ്പിക്കുന്നതുകൊണ്ട് ഈ ബൗണ്ടറീസിന്റെ ഒക്കെ സൈഡിൽ ഈ ഫ്ലവേഴ്സ് നടാറുണ്ട്. കാരണം ഇത് വന്ന് ഈ റാബിറ്റും എലികളും ഒക്കെ വന്ന് കഴിക്കുന്ന സമയത്ത് അവർക്ക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ കൃഷി നശിപ്പിക്കാനൊന്നും ഈ ഇങ്ങനെയുള്ള ജീവികളൊന്നും വരത്തില്ല. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാഫോഡിൽസിൽ നിന്ന് ഗലാട്ടമിൻ എന്ന് പറഞ്ഞ ഒരു സബ്സ്റ്റൻസ് എടുക്കുന്നുണ്ട്. അത് ഈ ഡിമെൻഷ്യ പോലുള്ള രോഗങ്ങൾക്ക് മെഡിസിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓർണമെന്റൽ ഫ്ലവറൊക്കെ ആയിട്ട് നമ്മൾ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ വാസിനകത്തൊക്കെ ഇട്ട് വെക്കുന്ന സമയത്തെ ഇത് സെപ്പറേറ്റ് ചെയ്ത് വെക്കണമെന്നാണ് പറയുന്നത്. കാരണം ഇത് ഒരുമിച്ച് വെച്ചാലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സാപ്പിൽ നിന്ന് ഫ്ലൂയിഡ് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്നാന്ന് പറഞ്ഞാൽ ഇപ്പോൾ റോസ് അല്ലെങ്കിൽ ട്യുലിപ്സ് ഇതുപോലുള്ള ഫ്ലവേഴ്സൊക്കെയാണ് നമ്മൾ ഡാഫോഡിൽസ് കൂടെ വെക്കുന്നുണ്ടെങ്കിൽ അതിന് ഇനഫായിട്ടുള്ള ഒരു വാട്ടർ കിട്ടത്തില്ല. അത് സ്റ്റിക്കായിട്ട് അതിൻ്റെ ആ ഒരു വാട്ടർ സപ്ലൈ ഇല്ലാതാകും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങനെയുള്ള ഫ്ലവേഴ്സ് എല്ലാം നശിച്ചു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന തന്നെ ഒന്നിൽ സെപ്പറേറ്റ് ഇടുക, ഇല്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും ഇത് സെപ്പറേറ്റ് വെള്ളത്തിൽ ഇട്ടതിന് ശേഷം വേണം മറ്റു ഫ്ലവേഴ്സിനൊപ്പം വെക്കേണ്ടത്.